കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ പകുതിക്ക് മുമ്പ് നടക്കുമെന്ന് ഏതാണ്ട് തീർച്ചയായതോടെ ഇടതു വലതു മുന്നണികളും ബി.ജെ.പിയും തങ്ങളുടെ ആവനാഴിയിലെ ആയുധങ്ങളെല്ലാം തേച്ചു മിനുക്കി തുടങ്ങി. ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി പ്രത്യാശയോടെ ഇടതുപക്ഷവും ഭരണം തിരിച്ചുപിടിക്കേണ്ടത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് എന്ന തിരിച്ചറിവോടെ ജനാധിപത്യ മുന്നണിയും ഇരു മുന്നണിയിലും വിള്ളലുണ്ടാക്കി തങ്ങളുടെ നില മെച്ചപ്പെടുത്തുവാൻ ബി.ജെ.പിയും കരുക്കൾ നീക്കുന്നു. ഒന്നിച്ചു നിന്നില്ലെങ്കിൽ വൻ ദുരന്തമാവും ഉണ്ടാവുക എന്ന തിരിച്ചറിവ് ജനാധിപത്യ മുന്നണിയിലും ഭരണ തുടർച്ചയ്ക്ക് കുറെ കൂടി ശക്തി വേണ്ടിയിരിക്കുന്നു എന്ന ബോധ്യം ഇടതു മുന്നണിക്കും ഉണ്ടായതിന്റെ കൃത്യമായ സൂചനകളായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലുമുണ്ടായ ജനവിധിയുടെ പാഠങ്ങൾ ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇരു മുന്നണിയും കരുക്കൾ നീക്കുന്നത്. കോൺഗ്രസിലെയും മുന്നണിയിലെയും ഐക്യം ശക്തമാക്കി കരുക്കൾ നീക്കാൻ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട കോൺഗ്രസിന്റെ സമിതി കൃത്യമായ നീക്കങ്ങൾ ആരംഭിച്ചു. പിണങ്ങി നിന്നവരെയെല്ലാം അനുനയിപ്പിക്കുന്നതിനുള്ള സന്ദർശനങ്ങളും ചർച്ചകളും നടക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മുന്നണിക്ക് വൻ വിജയം കൊടുത്ത ശബരിമല വിഷയം ഒന്നുകൂടി സജീവമാക്കാൻ ഉമ്മൻചാണ്ടി നോക്കുന്നു. ശബരിമലയുടെ മുറിവുണക്കാൻ നിയമ നടപടി വേണം എന്ന അദ്ദേഹത്തിന്റെ നിർദ്ദേശം മർമ്മം നോക്കിയുള്ള ഏറ് തന്നെയാണ്. ജനാധിപത്യ മുന്നണി സർക്കാർ 2016 കൊടുത്ത സത്യവാങ്മൂലത്തിന്റെയും 1991 ഹൈക്കോടതി വിധിയുടെയും 1950 ഹിന്ദുമത സ്ഥാപന നിയമത്തിന്റെയും അടിസ്ഥാനത്തിൽ സത്യവാങ്മൂലം നൽകി സുപ്രീം കോടതി നടപടികൾ ത്വരിതപ്പെടുത്താനാണ് അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. സർക്കാർ കേട്ട ഭാവം പോലും നടിക്കുന്നില്ലെങ്കിലും അങ്ങനെ കെട്ടടങ്ങാൻ ജനാധിപത്യ മുന്നണി സമ്മതിക്കാനിടയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായെന്ന് നിരീക്ഷിക്കപ്പെടുന്ന ക്രൈസ്തവരുടെ ആശങ്കയെക്കുറിച്ച് പക്ഷേ ഉമ്മൻചാണ്ടി ഇനിയും വാ തുറന്നിട്ടില്ല. അദ്ദേഹത്തിനും മിക്ക ക്രൈസ്തവ നേതാക്കന്മാർക്കും ജയിക്കാൻ സമുദായാംഗങ്ങളുടെ വോട്ട് വേണമെങ്കിലും സമുദായത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ പോലും പറയാൻ മതേതര ചിന്ത വല്ലാത്ത തടസ്സമാകും. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ തുറന്ന ഇടതുപക്ഷ സമീപനം പുലർത്തുന്ന യാക്കോബായക്കാരുടെ അരമനകൾ വരെ കയറിയിറങ്ങുന്നുമുണ്ട്. വല്ലാത്ത തലവേദനയാകുന്ന വിഷയങ്ങളുമുണ്ട്. കെ.വി. തോമസ് ഉദാഹരണമാണ്. കിട്ടിയത് പോരെന്നല്ല, ഏറെ ചെയ്ത തന്നെ അപമാനിച്ചുവെന്നാണ് സങ്കടം. 1937 ജനിച്ച വയലാർ രവിയും 1940 ജനിച്ച ആന്റണിയും രാജ്യസഭാംഗങ്ങളായ പാർട്ടിയിൽ 1946 ജനിച്ച കെ.വി. തോമസിന് പ്രായാധിക്യം ബാധിച്ചതിന്റെ രഹസ്യം ആർക്കാണ് വിശദീകരിക്കാനാവുക? ഗ്രൂപ്പ് നോക്കാതെ കാര്യം നടത്താൻ പറയുന്നവർ ഗ്രൂപ്പില്ലാത്തവനെ പെരുവഴിയിലാക്കുകയോ? ഈ സമീപനം വേദനിപ്പിക്കും പലരെയും. ഇടതുപക്ഷം കോൺഗ്രസിന്റെയും ജനാധിപത്യ മുന്നണിയുടെയും വർഗീയ പ്രീണനത്തിലാണ് ശ്രദ്ധിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി ഉണ്ടായിരുന്ന ബന്ധം ഉപേക്ഷിച്ചതായി കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ബന്ധം തുടരുന്നുവെന്നാണ് ഇടതുമുന്നണി കൺവീനറും CPM സംസ്ഥാന സെക്രട്ടറിയുമായ A. വിജയരാഘവൻ തുടർച്ചയായി പറയുന്നത്. ഒരു കാര്യം തന്നെ ഒരാൾ തുടർച്ചയായി പറയുമ്പോൾ കേൾവിക്കാരന് അയാളുടെ ഉദ്ദേശശുദ്ധിയിൽ സംശയം തോന്നാം എന്ന് വിജയരാഘവൻ ഓർമ്മിക്കുന്നില്ല. കോൺഗ്രസ് നേതാക്കൾ ഹൈദരാലി തങ്ങളെ കാണുവാൻ പാണക്കാടെത്തിയതിലും അദ്ദേഹം വർഗീയത കാണുന്നു. മുസ്ലിം വർഗീയതയുടെ കാർഡ് കളിച്ചു നോക്കുവാൻ ഇടതുമുന്നണി ശ്രമിക്കുന്നുവെന്ന് കരുതാൻ സൂചനകളുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുമുന്നണി നേതാക്കൾ വായിട്ടലച്ചതുകൊണ്ടല്ല, ജനങ്ങളുടെ മനസ്സിൽ ആ വികാരം ശക്തമായതുകൊണ്ടാണ് ചില മാറ്റങ്ങൾ ഉണ്ടായതെന്ന് ഓർമ്മിക്കുക. ക്രൈസ്തവർ ഉന്നയിച്ച ആശങ്കകളിൽ ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിട്ട് പോലും സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നത് അവർക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറെ സജീവമായ കേരളത്തിലെ മുസ്ലിം തീവ്രവാദ സമീപനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളിൽ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഗുരുതരമായ ചില പിശകുകൾക്ക് തിരുത്തലുകൾ വരുത്താൻ അവർ തയ്യാറായിട്ടുണ്ട് എന്നാണ് വാർത്ത.
കോൺസ്റ്റാന്റിനോപ്പിളിലെ ക്രൈസ്തവ ദേവാലയമായ ഹഗിയ സോഫിയ മോസ്കാക്കിയതിനെ അനുകൂലിച്ചുകൊണ്ട് പാണക്കാട് കുടുംബത്തിലെ ഒരു തങ്ങൾ ചന്ദ്രികയിൽ ലേഖനമെഴുതിയത് ക്രൈസ്തവരെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. അക്കാര്യത്തിൽ തങ്ങൾക്ക് തെറ്റുപറ്റിയതായി ഹൈദരാലി തങ്ങൾ ക്രൈസ്തവ മത നേതാക്കളെ അറിയിച്ചതായി ലീഗ് നേതാവ് MK മുനീർ വെളിപ്പെടുത്തിയതായി വാർത്ത കണ്ടു. അത് നല്ല സമീപനത്തിന് തുടക്കമാണ്. ഒരു ജനതയുടെ വികാരത്തെ മാനിക്കലാണ്. അതുപോലെ തന്നെ ലവ് ജിഹാദിനെ കുറിച്ച് നടന്ന ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത യൂത്ത് ലീഗ് നേതാവും ക്രൈസ്തവർ ചൂണ്ടിക്കാണിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ മുന്നിലുള്ളവയല്ലേ എന്ന സമീപനവും കൈക്കൊണ്ടു. CHന്റെ മകനും ഒപ്പമുണ്ടായിരുന്നവരും എന്നും ലീഗിലെ മതേതര മുഖമാണ്. വെൽഫെയർ പാർട്ടിയുമായി ബന്ധം അരുതെന്ന് അവർ പറഞ്ഞതുമാണ്. പക്ഷെ കേട്ടില്ല. എന്നാൽ ന്യൂനപക്ഷ വകുപ്പിലെ അന്യായങ്ങളെക്കുറിച്ച് പറയുന്ന സങ്കടങ്ങൾ ശരിയല്ലെന്ന സമീപനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സിമി പാരമ്പര്യമുള്ള KT ജലീൽ. ഇടത് തട്ടമിട്ട് മുസ്ലിം തീവ്രവാദപരമായ സമീപനത്തിലൂടെ ലീഗിന്റെ കോട്ടകൾ തകർക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. സർക്കാർ ചെലവിൽ ഖുറാൻ വിതരണം ചെയ്തതിലോ സർക്കാർ ആനുകൂല്യങ്ങൾ 80-20 അനുപാതത്തിൽ വിഭജിക്കുന്നതിലോ ഒന്നും അദ്ദേഹം അപാകത കാണുന്നില്ല. കോൺഗ്രസുകാരുടെ വർഗീയ സമീപനങ്ങളെ വല്ലാതെ കുറ്റം പറയുന്ന ഇടതുമുന്നണി കൺവീനർ ഇദ്ദേഹത്തെ കാണാതെ പോകുന്നത് കാണുന്നവരുണ്ട് എന്ന് തിരിച്ചറിയുക. കേരള നിയമസഭയിൽ ശക്തമായ ഒരു സാന്നിധ്യമാകുവാൻ തങ്ങളുടെ ഇപ്പോഴത്തെ മുദ്രാവാക്യങ്ങൾ മതിയാവില്ലെന്ന് BJPക്ക് അറിയാം. ഇപ്പോഴുള്ള കക്ഷിബന്ധങ്ങളിൽ വലിയ ഇളക്കിപ്പണി നടത്താതെ BJPക്ക് കാര്യമായൊന്നും നേടാനാവില്ല. ഹൈന്ദവർക്കൊപ്പം മുസ്ലിം ക്രൈസ്തവ സമുദായങ്ങളിൽ ഒന്നിനെയെങ്കിലും കൂട്ടുകൂട്ടിയാലേ എന്തെങ്കിലും നടക്കൂ. ഗോവയിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ക്രൈസ്തവരും BJPയും നല്ല അടുപ്പത്തിലാണ്. കേരളത്തിലും അതിനുള്ള സാധ്യത അവർ കാണുന്നുണ്ട്. ലവ് ജിഹാദും ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിലെ അനീതിയും എല്ലാമായി കേരളത്തിലെ ക്രൈസ്തവർ അസ്വസ്ഥരാണ്. അത് മുതലാക്കുവാൻ BJP രംഗത്തിറങ്ങി. വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന മിസോറാം ഗവർണറായ PS ശ്രീധരൻപിള്ള ചില നല്ല നീക്കങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. വിവിധ ക്രൈസ്തവ സഭാ നേതാക്കൾ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും അസ്പർശ്യതയില്ലെന്ന് വരത്തക്ക വിധത്തിലുള്ള പ്രതികരണവും അവരിൽ നിന്നുണ്ടായി. ശ്രീധരൻപിള്ള നീക്കങ്ങളുമായി മുന്നോട്ടാണ്. ഇപ്പോൾ ഇടതുപക്ഷത്തോടൊപ്പം ശക്തമായി നിലകൊള്ളുന്ന യാക്കോബായ സഭ സുപ്രീം കോടതിയിലെ കേസിലെ തോൽവി മൂലം എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുകയാണ്. അത് മറികടക്കാൻ ചർച്ച് ആക്ടിന് അവർ മുഖ്യമന്ത്രിയെ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും മറ്റ് വിഭാഗങ്ങളെ ഓർക്കുമ്പോൾ പിണറായിക്ക് ചർച്ച് ആക്ടുമായി മുന്നോട്ട് പോകാനാവുന്നില്ല. യാക്കോബായക്കാർക്ക് തങ്ങളുടെ പള്ളിയും സ്വത്തും നിലനിർത്തുന്നതിനുള്ള ഒരു പോംവഴി മികച്ച അഭിഭാഷകൻ കൂടിയായ ശ്രീധരൻപിള്ള വഴി ഉണ്ടായാൽ അവർ നിശ്ചയമായും BJPയെ സഹായിക്കും. ജനുവരി 29-നും ശ്രീധരൻപിള്ള ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ശ്രീധരൻപിള്ള എത്തിയ അന്ന് തന്നെ കോൺഗ്രസ് നേതാക്കളും എത്തി. മെത്രാന്മാരുമായി ചർച്ച നടത്തി. ശ്രീധരൻപിള്ളയുടെ ചർച്ചകൾ വഴി അത്തരത്തിലുള്ള എന്തോ സംഭവിക്കുന്നുവെന്ന് ഓർത്തഡോക്സുകാർക്ക് മനസ്സിലാകുന്ന മട്ടുണ്ട്. അവർ നേരെ പാണക്കാട്ടേക്ക് വണ്ടി കയറിയിട്ടുണ്ട്. ക്രൈസ്തവർ ഉന്നയിക്കുന്ന പല കാര്യങ്ങളിലും പരിഹാരമുണ്ടാവുന്ന മുറയ്ക്ക് വോട്ടർമാരിലും മാറ്റം വരാം. താമരയോടുണ്ടായിരുന്ന അസ്പർശ്യത തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തെ കോൺഗ്രസുകാർ തന്നെ മാറ്റിയിട്ടുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കൂടി ഒരു തിരിച്ചടി ഉണ്ടായാൽ കേരളത്തിലെ കോൺഗ്രസിലും പോണ്ടിച്ചേരിയിലെ നമശിവയങ്ങൾ ഉണ്ടാകുമെന്ന BJP സ്വപ്നം കാണുന്നു. എങ്കിലും ഉമ്മൻചാണ്ടിയുടെ വരവിൽ ഹൈന്ദവ വിരുദ്ധത കാണാതിരിക്കാൻ BJPയുടെ സംസ്ഥാന നേതാവിനാകുന്നില്ല. അതാണ് BJPയുടെ തനിനിറം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സോളാർ വിവാദം വീണ്ടും കത്തിക്കാൻ നടത്തിയ നീക്കം തൽക്കാലം സർക്കാരിന് തിരിച്ചടിയായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊണ്ടാടിയ വിഷയം ഈ തെരഞ്ഞെടുപ്പിലും സജീവമാക്കാനായിരുന്നു നീക്കം. എന്നാൽ വെളുക്കാൻ തേച്ചത് പാണ്ടാകുന്നുവെന്ന് കണ്ടതോടെ ഇടതുമുന്നണി പ്ലേറ്റ് മാറിയ സ്ഥിതിയാണ്. സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണം തൃപ്തികരമല്ലെന്നും
കേസ് CBIക്ക് വിടണമെന്നും ഇര ആവശ്യപ്പെട്ടതുകൊണ്ട് നടത്തിയ സ്വാഭാവിക പ്രവൃത്തിയെന്നാണ് അവസാനം സർക്കാർ കൊടുത്ത വിശദീകരണം. ഞങ്ങളിത് തെരഞ്ഞെടുപ്പ് വിഷയം പോലും ആക്കില്ല എന്ന് വിജയരാഘവൻ തന്നെ പറഞ്ഞു. ഇര അങ്ങനെ ആവശ്യപ്പെട്ടാൽ സർക്കാർ എന്ത് ചെയ്യണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും AICCയുടെ സമുന്നത നേതാവ് KC വേണുഗോപാൽ, BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി തുടങ്ങിയ പ്രമുഖർക്കുമെതിരെയുള്ള സ്ത്രീപീഡന കേസുകളാണ് CBIക്ക് വിട്ടത്. 8 വർഷമായി കൊണ്ടാടുന്ന വിവാദത്തിലുണ്ടായ പുതിയ നടപടി പ്രതികളെ ഇരകളാക്കുന്ന പ്രതീതിയാണ് ഉണ്ടാക്കുന്നത്. 5 വർഷമായി ഇടത് സർക്കാർ അന്വേഷിക്കുന്ന വിഷയം CBIയുടെ അന്വേഷണത്തെ വല്ലാതെ ഭയക്കുന്ന ഇടത് സർക്കാർ CBIക്ക് വിട്ടത് കടന്ന കയ്യായി എന്ന് ചിന്തിക്കുന്നവരാണ് ഏറെ. മന്ദത ബാധിച്ചിരുന്ന ജനാധിപത്യ മുന്നണിയിലെ പലരും സർക്കാരിന്റെ വേട്ടയാടൽ നയത്തിൽ പ്രതിഷേധിച്ച് സജീവമാകുന്നുണ്ട്. ഇരകൾക്ക് ലഭിക്കുന്ന സഹതാപം വളരെ പെട്ടെന്ന് ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചു. ഇരകൾക്കും അവരുടെ വക്താക്കൾക്കും മാധ്യമങ്ങളിൽ വല്ലാതെ തിളങ്ങുവാൻ അവസരമാക്കി. വൃത്തികേട് പലരും അടക്കം പറഞ്ഞു. എങ്കിലും കേസന്വേഷണം ഏറ്റെടുക്കുന്ന CBI ഇരയുടെ മൊഴിയനുസരിച്ച് അഭയ കേസിലെ പോലെ ഉമ്മൻചാണ്ടിയെയും കൂട്ടരെയും അറസ്റ്റ് ചെയ്യാൻ മുതിരുകയോ മറ്റോ ചെയ്താൽ കളിയെല്ലാം മാറും. ജനാധിപത്യ മുന്നണിക്ക് വലിയ അടിയാവും ഉണ്ടാവുക. ഇടതു മുന്നണിക്ക് വലിയ സഹായവുമാകും. നീതിയല്ലല്ലോ, CBI ഉണ്ടാക്കുന്ന കുറ്റപത്രമനുസരിച്ചല്ലേ കാര്യങ്ങൾ നീങ്ങുക. അതുകൊണ്ട് CBI അന്വേഷണത്തിനെതിരെ കോടതിയെ സമീപിക്കില്ലെന്നും മറ്റുമുള്ള ഉമ്മൻചാണ്ടിയുടെ നിലപാട് പണ്ട് വിവാദ സ്ത്രീയുടെ ഭർത്താവായിരുന്ന ബിജു രാധാകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ വെളിപ്പെടുത്താതെ അപകടത്തിൽ ചാടിയതുപോലെയാകില്ലേ എന്ന് ചിന്തിക്കണം. CBI പുതിയ പ്രതികളെ ഉൾപ്പെടുത്തിയാലോ എന്ന ചോദ്യവുമുണ്ട്. ഇപ്പോൾ ഇടതുമുന്നണിയുടെ ഭാഗമായ ജോസ് കെ മാണിയെ CBI കേസിൽ നിന്നും പിണറായി ഒഴിവാക്കിയതുപോലെ കേന്ദ്ര സർക്കാർ BJP-കാരനായ അബ്ദുള്ളക്കുട്ടിയെ കേസിൽ നിന്നും ഒഴിവാക്കിയാലോ എന്ന സന്ദേഹവും ചിലർ ഉയർത്തുന്നുണ്ട്. CBI കേസെടുത്ത് കഴിയുമ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പോലെ പിടിവിട്ടു പോകുമോ ആവോ? മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനാണ് രമേശ് ചെന്നിത്തലയെന്നും അദ്ദേഹത്തെ പാർശ്വവൽക്കരിക്കുന്നത് കണ്ട പിണറായി രമേശിന് കളമൊരുക്കാൻ ചെയ്ത നടപടിയാണ് കേസെന്നും വ്യാഖ്യാനിക്കുന്നവരുണ്ട്. രമേശിന്റെ വിശ്വസ്തൻ INTUC നേതാവ് ചന്ദ്രശേഖരനും CPM-ഉം തമ്മിലുള്ള രഹസ്യബന്ധം ആർക്കാണ് അറിയാത്തത്? ചന്ദ്രശേഖരൻ കശുവണ്ടി കോർപ്പറേഷൻ ചെയർമാനായിരുന്ന കാലത്ത് നടത്തിയ അഴിമതികൾ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിട്ടും അന്വേഷിക്കേണ്ടതില്ല എന്ന് പിണറായി സർക്കാർ തീരുമാനിച്ചതും ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. സോളാർ വിവാദത്തിലെ വിവാദ നായികയോട് എന്തേ കേരള സർക്കാർ ഇത്ര കരുണ കാണിക്കുന്നു എന്ന ചോദ്യം പലവിധ അനുമാനങ്ങൾക്ക് വഴിയൊരുക്കുന്നു. കേരളത്തിലെ ചാലക്കുടി, തിരുവല്ല, റാന്നി, എറണാകുളം, പെരിന്തൽമണ്ണ കോടതികളിൽ അവർക്കെതിരെയുള്ള കേസുകളിൽ കോടതിയിൽ അവധിക്ക് ഹാജരാകാത്തതിന് പല കോടതിയിൽ നിന്നും വാറന്റുണ്ട്. പക്ഷെ പോലീസിന് അവരെ കണ്ടെത്തി ഹാജരാക്കുവാൻ സാധിക്കുന്നില്ല. എന്തേ അങ്ങനെ എന്ന ചോദ്യം തന്നെ സർക്കാരിനെ വെള്ളം കുടിപ്പിക്കുന്നതാണ്. ബിവറേജസ് കോർപ്പറേഷനിലും KTDCയിലും ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് അവർ പലരിൽ നിന്നും പണം തട്ടിച്ച കേസിലും കാര്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല. ഒരിക്കൽ പിതാവിനെ പോലെ കരുതുന്നവരെന്ന് പറയുന്നവർക്കെതിരെ പിന്നീട് പീഡന പരാതി ഉന്നയിക്കാൻ മടിക്കാത്തവളാണ് വിവാദ നായിക. ജനസമ്പർക്ക പരിപാടിക്ക് പ്രശസ്ത സാഹിത്യകാരനായ T. പത്മനാഭന്റെ വീട്ടിലെത്തിയ സഖാക്കൾക്ക് അദ്ദേഹത്തിന്റെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു വലിയ അമർഷം കേൾക്കേണ്ടി വന്നു. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫിന്റേതായി വന്ന ഓഡിയോ ക്ലിപ്പിലെ ധാർഷ്ട്യത്തെയാണ് അദ്ദേഹം വിഷയമാക്കിയത്. വീടിക്കയറാനെത്തുന്നവർ ഓർക്കുക, ജനങ്ങളുടെ മനസ്സിൽ പുകയുന്ന പലതും ഇനിയും ബാക്കിയുണ്ട്. ഭാരതത്തിലെ കർഷകർ തങ്ങളുടെ ജീവനും ജീവിക്കാനുള്ള അവകാശത്തിനും വേണ്ടി സമരരംഗത്താണ്. ഭാരത ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത
ജനപങ്കാളിത്തമുള്ള കർഷക സമരത്തിനാണ് ഇന്ദ്രപ്രസ്ഥം സാക്ഷിയാകുന്നത്. കൃഷി ചെയ്ത് ജീവിക്കുന്നതിനുള്ള അവകാശത്തിനായി നടക്കുന്ന സമരത്തിന്റെ ഭാഗമായി 120ഓളം കർഷകർ മരിക്കുകയോ ആത്മഹത്യ ചെയ്യുകയോ ചെയ്തതായാണ് ജനുവരി അവസാന ആഴ്ചയിലെ കണക്ക്. എന്ത് ത്യാഗം സഹിച്ചും സമരം തുടരാനാണ് കർഷകരുടെ തീരുമാനം. ചർച്ചകൾക്ക് ക്ഷണിക്കുന്നതിനൊപ്പം തല്ലിയൊതുക്കാൻ സർക്കാരും. കാർഷിക ഉൽപ്പന്നങ്ങളുടെ കച്ചവടവും വാണിജ്യവും സംബന്ധിച്ചും കർഷക വിളകളുടെ വില ഉറപ്പാക്കലും കാർഷിക സേവനങ്ങളും സംബന്ധിച്ചും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമങ്ങളും അത്യാവശ്യ വസ്തുക്കൾ സംബന്ധിച്ച നിയമത്തിൽ വരുത്തിയ ഭേദഗതികളുമടക്കം കോവിഡ് കാലത്ത് പാർലമെന്റ് ചർച്ച പോലും കൂടാതെ പാസാക്കിയ 3 കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് 2020 സെപ്റ്റംബർ മുതൽ കർഷകർ സമരത്തിലാണ്. സമരക്കാരും സർക്കാരുമായി നടന്ന 1 ഡസനിലധികം ചർച്ചകൾ പരാജയപ്പെട്ടു. ജനുവരി 26 ട്രാക്ടർ സമരം വലിയ അക്രമങ്ങൾക്ക് അവസരമായി. ചെങ്കോട്ടയിൽ സിഖ് മത പതാകയായ നിഷാൻ സാനിബ് ഉയർത്തപ്പെട്ടു. സമരത്തിന്റെ മറയിൽ നടന്ന അന്നത്തെ സംഭവങ്ങൾ കർഷക സമരത്തിനെതിരെ ജനവികാരമുണ്ടാക്കി. എന്നാൽ കർഷക സമരത്തിനെതിരെ ജനവികാരമുയർത്താൻ സർക്കാർ ആസൂത്രണം ചെയ്തവയാണ് ആ കലാപങ്ങൾ എന്നായി കർഷകർ. ചെങ്കോട്ടയിൽ പ്രതിഷേധക്കൊടി ഉയർത്തിയ ദീപ് സിദ്ധു BJP MP-യായ സണ്ണി ഡിയോളിന്റെ അടുത്ത സുഹൃത്താണെന്ന വിവരവും അതിനു ബലമായി കർഷകർ ചൂണ്ടിക്കാണിച്ചു. ദേശദ്രോഹ നിയമം അടക്കമുള്ള നിയമങ്ങൾ ഉപയോഗിച്ച് സമരത്തെ അടിച്ചമർത്താനും സമരത്തോടുള്ള പ്രതിഷേധക്കാർ എന്ന പേരിൽ അക്രമികളെ ഇറക്കി സമരം ചെയ്യുന്നവരെ കൈകാര്യം ചെയ്യുവാനും എല്ലാം സർക്കാർ തുനിയുന്നതായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്. സമരത്തെക്കുറിച്ച് ട്വീറ്റ് ചെയ്തതിന് കോൺഗ്രസ് MP ശശി തരൂർ, മാധ്യമപ്രവർത്തകരായ വിനോദ് ജോസ്, സർദീപ് തുടങ്ങിയവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്തു. കർഷക നേതാക്കൾക്കെതിരെയും ദേശീയ സുരക്ഷാ നിയമം അടക്കം അനുസരിച്ചുള്ള കേസുകളാണ് എടുക്കുന്നത്. നാസി കാലത്തെ ഓർമ്മിപ്പിക്കുന്ന നടപടികൾ എന്നാണ് ഇതേക്കുറിച്ച് നിരീക്ഷകരുടെ ചിത്രീകരണം. സമരത്തെ സർക്കാർ വല്ലാതെ ഭയപ്പെടുന്നു എന്ന് വ്യക്തം. അതുകൊണ്ട് തന്നെ സമരം എങ്ങോട്ടാണ് എന്നത് സംബന്ധിച്ച് ശക്തമായ ആശങ്കകൾ ഉയരുന്നു. പുതിയ നിയമങ്ങൾ വന്ന് ഏതാനും വർഷം കഴിയുന്നതോടെ ചെറുകിട കർഷകർ ഇല്ലാതാവുകയോ വൻകിടക്കാരുടെ അടിയാന്മാരാവുകയോ ചെയ്യും എന്ന ന്യായമായ ഭീതിയാണ് വലിയ ക്ലേശങ്ങൾ സഹിച്ചും സമരത്തിൽ ഉറച്ചു നിൽക്കുവാൻ കർഷകരെ പ്രേരിപ്പിക്കുന്നത്. പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകരുടെ നേതൃത്വത്തിലാണ് സമരമെങ്കിലും മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും നിന്നുള്ള കർഷകർ സമരത്തിനുണ്ട്. നിയമങ്ങൾ നടപ്പിലാക്കുന്നതോടെ സർക്കാർ കുറഞ്ഞ താങ്ങുവില നിശ്ചയിക്കുന്ന രീതി ഇല്ലാതാകും. ഉൽപ്പന്നങ്ങളുടെ സർക്കാർ സംഭരണവും ഇല്ലാതാകും. ഉരുളക്കിഴങ്ങും ഉള്ളിയും പയർവർഗ്ഗങ്ങളും ഒരു നിയന്ത്രണവുമില്ലാതെ സമ്പന്നർക്ക് സംഭരിക്കുവാനാകും. കുത്തകകളുടെ ദയക്കായി കർഷകർക്ക് കാത്തുകിടക്കേണ്ടി വരും. അവർ നിശ്ചയിക്കുന്നതാവും വില. അവർ പറയുന്നവ കൃഷി ചെയ്യാൻ കർഷകൻ ബാധ്യസ്ഥനാവും. കർഷകരുടെ ഈ ഭീതികളൊക്കെ അസ്ഥാനത്താണെന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും നിയമത്തിൽ അങ്ങനെ വ്യവസ്ഥ ചെയ്തിരിക്കെ അങ്ങനെ സംഭവിക്കില്ലെന്ന് സർക്കാർ പറയുന്നത് എങ്ങനെ വിശ്വസിക്കുമെന്നാണ് കർഷകരുടെ ചോദ്യം. കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നം ഇഷ്ടമുള്ളിടത്ത് വിൽക്കാൻ അനുവാദം കിട്ടുന്നതടക്കം കർഷകർക്ക് വലിയ അവസരങ്ങൾ തുറന്നുകൊടുക്കുന്ന നിയമമാണിത് എന്ന് BJP അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ആർക്കും വിശ്വസിക്കാനാവില്ല. ജനങ്ങൾക്ക് അന്നം ലഭ്യമാക്കുന്നതിനു വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന കർഷകന്റെ നില ഭാരതത്തിൽ ഏറെ ദയനീയമാണ്. ദിനം പ്രതി 10 കർഷകരെങ്കിലും ഭാരതത്തിൽ ആത്മഹത്യ ചെയ്യുന്നതായാണ് കണക്ക്. ഈ നിയമങ്ങൾ കൂടി വരുന്നതോടെ വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് വീഴുന്ന അനുഭവമാകും കർഷകന് എന്നാണ് അവരുടെ ചിന്ത. BJP ഒഴികെ മിക്കവാറും പാർട്ടികൾ പ്രക്ഷോഭത്തെ പിന്താങ്ങുകയാണ്. കേരള നിയമസഭ കേന്ദ്ര നിയമം പിൻവലിക്കണം എന്നാവശ്യപ്പെടുന്ന പ്രമേയം പാസാക്കി. കോൺഗ്രസ് നിയമത്തെ എതിർക്കുന്നത് കണ്ട BJP ചോദിക്കുന്നു. കോൺഗ്രസിന്റെ 2019 പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന ഈ പ്രഖ്യാപനം ഞങ്ങൾ നടപ്പാക്കുമ്പോൾ കോൺഗ്രസ് എതിർക്കുന്നതെന്ത്? വല്ലാത്ത ചോദ്യമായി അത്. കോൺഗ്രസ് ഭരണകാലത്തെ നിയമങ്ങളും കരാറുകളും നിലപാടുകളും അറിയുന്നവർക്ക് BJP ഉയർത്തുന്ന ചോദ്യം ശരിയാണെന്ന് തീർച്ചയുണ്ട്. റബ്ബറിന്റെ വില ഇടിക്കുന്നതിലടക്കം അക്കാലത്തെ ധനമന്ത്രി ചിദംബരത്തെ പോലുള്ളവർ നടത്തിയ കർഷക വഞ്ചന ആർക്കാണ് മറക്കാനാവുക? ഇപ്പോൾ കോൺഗ്രസ് ആയിരുന്നു ഭരിക്കുന്നതെങ്കിൽ
അവരായിരുന്നു ഈ നിയമങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ നിശ്ചയമായും BJP സമരരംഗത്താകുമായിരുന്നു. പണ്ട് പെട്രോൾ വില വർധനയ്ക്കെതിരെ എന്തുമാത്രം സമരം BJPക്കാർ നടത്തിയതാണ്. ഇന്ധനവില ആഗോള വിപണിയിൽ അന്നത്തേക്കാൾ കുറവായിട്ടും ഇന്ത്യയിൽ BJP ഭരണത്തിൽ പെട്രോൾ വില ലിറ്ററിന് 100 രൂപയിലേക്ക് കുതിക്കുകയാണ്. BJPക്കാർക്ക് ഒരു സങ്കടവുമില്ല. അത്തരം രാഷ്ട്രീയക്കാരും രാഷ്ട്രീയവുമാണ് നമ്മുടെ നാടിന്റെ ശാപം. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുന്നത് എല്ലാ കക്ഷിയും ഭരണത്തിലെത്തുമ്പോൾ മറക്കുന്നു. ഏതായാലും നിയമങ്ങൾ പിൻവലിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് സർക്കാർ. അതുപോലെ തന്നെ നിയമം പിൻവലിക്കും വരെ സമരമെന്ന് കർഷകരും ശഠിക്കുന്നു. ഫാസിസ്റ്റ് തന്ത്രങ്ങൾ ഉപയോഗിച്ച് സമരത്തെ അടിച്ചമർത്താൻ നടക്കുന്ന നീക്കം ഭാരതത്തിലെ ജനാധിപത്യ ജീവിതക്രമത്തിന് തന്നെ ഭീഷണിയാവുമോ എന്ന ഭയമാണ് ശക്തിപ്പെടുന്നത്. തിരുവനന്തപുരം പാളയം കത്തീഡ്രൽ പള്ളിയിലെ കൊച്ചച്ഛൻ ജോൺസൺ മുത്തപ്പനെ മരിച്ച നിലയിൽ കാണപ്പെട്ടു. രാത്രി ഉറങ്ങാൻ കിടന്ന അച്ഛൻ ഉണർന്നില്ല. ഉറക്കത്തിനിടയിൽ അദ്ദേഹം കടന്നുപോവുകയായിരുന്നുവെന്ന് തീർച്ചയായതോടെ ആ മരണം ആർക്കും ആഘോഷ വിഷയമായില്ല. കഴിഞ്ഞ ജൂണിൽ പട്ടം കിട്ടിയ അച്ഛനാണ്. കേരളത്തിലെ ഗുസ്തി ചാമ്പ്യനായിരുന്നു അച്ഛൻ. ചേട്ടനും അനിയനും ഒന്നിച്ചായിരുന്നു പട്ടം സ്വീകരിച്ചത്. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ തീരദേശ ഇടവകയായ പരുത്തിയൂരാണ് അച്ഛന്റെ ജന്മനാട്. പ്രായം 31 വയസ്സ്. 8 മക്കളിൽ 7ാമൻ. ഗുസ്തിക്കാരൻ അച്ഛന്റെ ഒരു അഭിമുഖം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. ജീവിതമെന്നും അച്ഛന് ഒരു വെല്ലുവിളിയായിരുന്നു. ദാരിദ്ര്യം നിറഞ്ഞ ബാല്യം. പഠിക്കാനുള്ള സൗകര്യത്തിന് ദരിദ്രരായ കുട്ടികൾക്കുള്ള തലസ്ഥാനത്തെ സർക്കാർ അഭയകേന്ദ്രമായ ശ്രീചിത്ര പൂവർ ഹോമിൽ ചേർന്നു. ഫുട്ബോൾ കമ്പം കൊണ്ട് സിലക്ഷന് പോയി. ഗുസ്തിക്കാണ് സെലക്ഷൻ കിട്ടിയത്. അങ്ങനെ പൂവർ ഹോമിൽ നിന്നും സ്പോർട്സ് സ്കൂളിലെത്തി. സംസ്ഥാന ചാമ്പ്യനായി. പക്ഷേ 8ാം ക്ലാസ്സിൽ തോറ്റു. അതോടെ അവിടെ നിന്നും പുറത്തായി. വീണ്ടും ശ്രീചിത്രയിലെത്തി. തോറ്റതുകൊണ്ട് അവർക്കും തടസ്സമുണ്ടായിരുന്നു. എങ്കിലും പ്രവേശനം കൊടുത്തു. അവിടെ കുട്ടികളെ ഗ്രാമർ പഠിപ്പിക്കാൻ വന്ന ഗാന്ധിയനായ സാർ ഉപദേശിച്ചു, ജീവിതം കൊണ്ട് നന്മ ചെയ്യണം. അതിന് ജോൺസൺ തെരഞ്ഞെടുത്ത വഴിയാണ് പൗരോഹിത്യം. സെമിനാരി പ്രവേശനത്തിനുള്ള അഭിമുഖത്തിൽ സൂസപ്പാക്യം പിതാവ് ചോദിച്ചു, എന്തിനാണ് വൈദികനാകുന്നത്? ജോൺ പറഞ്ഞു, സമൂഹത്തിന് നന്മ ചെയ്യാൻ. അപ്പോൾ പിതാവ് ചോദിച്ചു, അതിന് രാഷ്ട്രീയത്തിൽ പോയാൽ പോരെ? ജോൺ പറഞ്ഞു, അത് ഒരു വഴി. എനിക്ക് ഈശോയുടെ വഴിയാണ് ഇഷ്ടം. അച്ഛൻ്റെ ജീവിതകഥയിലൂടെ കടന്നുപോയപ്പോൾ മനസ്സിലുയർന്ന വലിയ സങ്കടം ഇതായിരുന്നു. ഇപ്പോഴും കാണില്ലേ കേരളത്തിലെ പല ഇടവകകളിലും ഇത്തരം പാവപ്പെട്ട കുട്ടികൾ, ഒരു പൂവർ ഹോം കിട്ടാതെ മുരടിച്ചു പോകുന്നവർ. അവരെ കൈപിടിച്ചുയർത്താൻ എന്തേ സഭയ്ക്ക് കഴിയുന്നില്ല? എന്തുകൊണ്ട് മുത്തപ്പനച്ഛന് സർക്കാർ സ്ഥാപനം വേണ്ടിവന്നു? ജനുവരി 30 ഭാരതത്തിൽ കോവിഡ് മഹാമാരിക്ക് 1 വയസ്സ് തികഞ്ഞു. കോവിഡിന്റെ പ്രഭവ കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന വുഹാനിൽ നിന്നും തിരിച്ചെത്തിയ മലയാളിയായ ഒരു യുവതിയിലാണ് കോവിഡ് ഇന്ത്യയിൽ ആദ്യമായി കണ്ടെത്തിയത്. ഈ മഹാമാരി ഇന്ത്യയിൽ 1,54,184 ജീവനുകൾ എടുത്തു. കണ്ണുകൾക്ക് കാണുവാൻ പോലും സാധിക്കാത്ത ഒരു ശത്രുകീടത്തിനു മുന്നിൽ മനുഷ്യൻ നിസ്സഹായനാകുന്നതിനാണ് ലോകം സാക്ഷിയായത്. വലിയ ശാസ്ത്ര പുരോഗതി അവകാശപ്പെടുന്ന അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ പകച്ചു നിൽക്കുകയാണ്. അമേരിക്ക രോഗികളുടെ എണ്ണത്തിലും മരണത്തിലും 1ാമതാണ്. അവിടെ 263 ലക്ഷം രോഗികളായി. മരണം 44 ലക്ഷവും. രോഗികളുടെ എണ്ണത്തിൽ ഇന്ത്യയാണ് 2ാമത്, 107 ലക്ഷം. മരണത്തിന്റെ എണ്ണത്തിൽ ഇന്ത്യ 8ാമതാണ്. പോർച്ചുഗലിലും ഇന്തോനേഷ്യയിലും എല്ലാം രോഗം പടരുന്ന കണക്ക് വെച്ച് നോക്കിയാൽ ഇന്ത്യയുടെ സ്ഥാനം ഇനിയും താഴുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. കോവിഡിനെതിരെ പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചതിലടക്കം രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യ മികവ് കാട്ടി, ഒന്നിച്ചു നിന്നു. നാടിന്റെയും നാട്ടുകാരുടെയും ജീവിതക്രമത്തെ വല്ലാതെ ഇളക്കിമറിച്ച മഹാമാരി ലോക്കൌട്ട് പോലുള്ള ജീവിത രീതികൾ അംഗീകരിക്കുവാൻ സമൂഹത്തെ പഠിപ്പിച്ചു. വീട് ഒരിക്കൽ കൂടി ജീവിത കേന്ദ്രമായി. വിവാഹം, മരണം പോലുള്ള ചടങ്ങുകൾക്ക് ലാളിത്യം അനിവാര്യമാക്കി. എല്ലാവരും
കോവിഡിന് മുന്നിൽ സമന്മാരായി. അമേരിക്കൻ പ്രസിഡന്റിനും കോവിഡ് വന്നു. കോവിഡിന് ശേഷം നമ്മുടെ ലോകം ഒരിക്കലും പഴയ അവസ്ഥയിലേക്ക് മടങ്ങില്ല എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രവചനം. ഒന്നുകിൽ മനുഷ്യരുടെ നില കൂടുതൽ വഷളാകും, അല്ലെങ്കിൽ മെച്ചപ്പെടും. മെച്ചപ്പെടാൻ വേണ്ടി ജനങ്ങൾക്കിടയിൽ കൂടുതൽ ഐക്യദാർഢ്യവും സാഹോദര്യവും പുലരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനുമാണ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുന്നത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലും കോവിഡ് മൂലം ജീവിതമാർഗം നഷ്ടപ്പെട്ടവർക്കടക്കം എല്ലാവർക്കും റേഷൻ കടകളിലൂടെ സൗജന്യ കിറ്റ് വിതരണം ചെയ്യുന്നതിലും എല്ലാം കേരളം അഭിനന്ദനീയമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നു.